അല്ല, ഡോർ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. ഇവിടെ അവന്റെ ഫാമിലി ഒന്നും ഇല്ലേ? എന്താടാ? ഇവിടെ അവന്റെ ഫാമിലി ഒന്നുമില്ല. അവൻ ഇവിടെ ഒറ്റയ്ക്കാ താമസം. നിനക്കെങ്ങനെ മനസ്സിലായി? ബാച്ചിലേഴ്സ് താമസിക്കുന്ന വീട് കണ്ടാ അറിയില്ലേ? അവനും ഇപ്പൊ ഇവിടെ ഇല്ല. അവൻ മാത്രമല്ല, ഇവിടെ വേറെ താമസക്കാരുണ്ട്. അതാ ഈ കീ ചവിട്ടിയുടെ അടിയിൽ വെച്ചിരിക്കുന്നത്. തുറക്കടാ, വരുന്നിടത്ത് വെച്ച് കാണാം. ക്രൈം ത്രില്ലർ സിനിമകളിൽ സൈക്കോയുടെ സ്ഥലം പോലെ ഉണ്ടല്ലേ? എടാ പ്രിയ, കുറെ പെൺകുട്ടികളുടെ ഫോട്ടോസ്, ഡേറ്റ്, ഇയേഴ്സ്, കൂട്ടത്തില് പാറുവിന്റെ ഫോട്ടോസും. എന്താണ് ഇതിന്റെ അർത്ഥം? നീ എന്തായി തിരയുന്നത്? മുഹൂർത്തമാവാറായല്ലോ. കല്യാണ പെണ്ണ് ഇതുവരെ എത്തിയില്ലേ? മുഹൂർത്തം തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല തിരുമേനി. ദൈവത്തിന്റെ മുന്നിൽ വെച്ചല്ലേ കല്യാണം. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ സമയവും നല്ല സമയം തന്നെ. അങ്ങനെയല്ലേ വിശ്വാസം? അതൊക്കെ ശരി തന്നെ. ദൈവത്തിന്റെ മുന്നിൽ വെച്ചായാലും കല്യാണം നടക്കണമെങ്കിൽ വധു വേണ്ടേ? അത് ദൈവം അറേഞ്ച് ചെയ്ത് തരില്ലല്ലോ. ഇപ്പൊ വരും തിരുമേനി. അല്ല, കല്യാണമായിട്ട് വരനായി നിങ്ങൾ മാത്രമല്ലേ ഇവിടെ എത്തിയിട്ടുള്ളൂ? ഇരു കൂട്ടരുടെയും നാട്ടുകാരും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരാരുമില്ല. ആരെയും അറിയിക്കാതെയുള്ള കല്യാണമാണോ? അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു തിരുമേനി. ഓ, അങ്ങനെയാണോ? ശരി ശരി. ഇയാൾക്ക് എന്തൊക്കെ അറിയണം? താലി പൂജ തന്നിട്ട് കിട്ടുന്ന ദക്ഷിണയും വാങ്ങി പോക്കറ്റ് ഇട്ടാ പോരെ? ചരിത്രം മുഴുവൻ അറിയണം. ഇങ്ങനെ ഒരു കല്യാണ സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഞാൻ പെട്ട പാട് എനിക്ക് അറിയൂ. അവളെ വിശ്വസിപ്പിക്കാൻ ഒരു അമ്പലവും പൂജാരിയും വേണം. അതുകൊണ്ടാ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അല്ലാതെ അനുഗ്രഹം കിട്ടാനൊന്നും അല്ല. അല്ല, അവളെന്താ വരാത്തത് ഇതുവരെ?